തെറ്റിദ്ധാരണകളും ഒക്കെ സോഷ്യൽ മീഡിയ വഴി പരക്കുകയുണ്ടായി. അപ്പോൾ ഇതിന്റെ യഥാർത്ഥ സംഗതി എന്താണെന്ന് കൂടി മോഹൻലാലുമായി വാക്കുതർക്കമുണ്ടായെന്ന സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന ചർച്ചകൾ സത്യമല്ല എന്ന് നടൻ ബൈജു സന്തോഷ്. പരസ്പരം അഭിപ്രായം പറഞ്ഞത് ഓൺലൈൻ മാധ്യമങ്ങൾ വളച്ചൊടിച്ചതാണെന്നും ബൈജു പറയുന്നു. രാജിയൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ രാജിവെക്കേണ്ട ഒരു ആവശ്യമില്ല. എന്തിനാണ് രാജിവെക്കുന്നത്? വെക്കണ്ടായിരുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ഒരു പ്രശ്നമില്ല. പ്രശ്നങ്ങളൊക്കെ എല്ലായിടത്തും ഉണ്ടെന്നേ. മോഹൻലാലുമായി തനിക്ക് യാതൊരു പ്രശ്നവുമില്ലെന്നും താരം പ്രതികരിച്ചു. താരസംഘടനയായ അമ്മയുടെ ജനറൽ ബോഡി മീറ്റിംഗിനിടെ ബൈജു സന്തോഷും മോഹൻലാലും തമ്മിൽ തർക്കമുണ്ടായെന്നായിരുന്നു റിപ്പോർട്ടുകൾ. സത്യമറിയാതെ എന്തിനാണ് ചിലർ ഇത് പ്രചരിപ്പിക്കുന്നതെന്ന് തനിക്ക് മനസ്സിലാകുന്നില്ല എന്നും ബൈജു പറയുന്നു. 3 വർഷങ്ങൾക്ക് ശേഷമാണ് താൻ അമ്മ ജനറൽ ബോഡി മീറ്റിംഗിനെത്തുന്നത്. വൈകിയാണ് താൻ എത്തിയത്. ആ സമയത്ത് മോഹൻലാൽ പ്രസംഗിച്ചു കഴിഞ്ഞിരുന്നു. നിലവിലെ കമ്മിറ്റിയും പ്രസിഡന്റ് മോഹൻലാലും സ്ഥാനമൊഴിയുകയാണെന്നും പുതിയ കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുകയാണെന്നും അപ്പോഴേക്കും തീരുമാനമായി. ഇതൊന്നും താൻ അറിഞ്ഞില്ല. എനിക്ക് മോഹൻലാൽ തുടരുന്നതിലായിരുന്നു താല്പര്യം. പ്രസംഗിക്കാൻ കയറിയപ്പോൾ ഈ കമ്മിറ്റിയെ അനുകൂലിക്കുന്നവരുണ്ടെങ്കിൽ കൈവെക്കാൻ ഞാൻ പറഞ്ഞു. കമ്മിറ്റിയെ അനുകൂലിച്ച് ഈ കമ്മിറ്റി തന്നെ 2 വർഷം പോകട്ടെ എന്നും പറഞ്ഞു. ഇത് മോഹൻലാലിന് ഇഷ്ടപ്പെട്ടില്ല എന്ന് ബൈജു വ്യക്തമാക്കി. നേരത്തെ തന്നെ സ്ഥാനത്ത് നിന്ന് മാറാൻ തീരുമാനിക്കുകയും തീരുമാനം പ്രഖ്യാപിക്കുകയും ചെയ്തതിന് ശേഷം താനങ്ങനെ പറഞ്ഞത് അദ്ദേഹത്തിന് ഇഷ്ടമായില്ല. അതുകൊണ്ട് താൻ പറഞ്ഞതിൽ അദ്ദേഹം അനിഷ്ടം പ്രകടിപ്പിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പ്രശ്നങ്ങളൊന്നുമില്ല. സംഘടനയിൽ 2 അംഗങ്ങൾ തമ്മിൽ നടത്തിയ സ്വകാര്യ സംഭാഷണം മാത്രമാണിത്. ഒരു സംഘടനയുടെ ജനറൽ ബോഡിയിൽ സംസാരിച്ച കാര്യങ്ങൾ എങ്ങനെയാണ് പുറത്തു പോകുന്നത്? അത് തനിക്ക് മനസ്സിലാകുന്നില്ല. ഇങ്ങനെയാണെങ്കിൽ ആർക്കും പരസ്പരം ഒന്നും മിണ്ടാനാവില്ലല്ലോ. ഇങ്ങനെയും പ്രചരിപ്പിക്കേണ്ട ഒരു പ്രശ്നവും തങ്ങൾക്കിടയിൽ ഇല്ല എന്ന് ബൈജു വ്യക്തമാക്കി.